പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനും അല്ല സജീവ അല്ല അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ? ഇപ്പൊ സമരക്കാര് കൈയേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. നമസ്കാരം. ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു എന്നുള്ള വാർത്ത ഹൈ എക്സ്പ്ലോസീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ മേഖലകളിലും അതിൻ്റെ എതിരെ പ്രതിഷേധം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPM-ഉം അതേപോലെ പിണറായി വിജയനും. ഹീനമായ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ട് പിണറായി വിജയൻ നേരെ കണ്ണൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ഹോസ്പിറ്റലിലേക്ക്, അതായത് വീണ ജോർജ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ട്. എന്നാൽ ഇത് വെറും കപട നാടകമാണ്, കരുതിക്കൊട്ടി പ്ലാൻഡ് ആയിട്ടുണ്ടാക്കിയ നാടകമാണ് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ പ്രതിഷേധക്കാർ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ള കൃത്യമായ വിഷ്വൽസാണ് ക്രൈം പുറത്തുവിടുന്നത്. അതോടൊപ്പം ആരോഗ്യമന്ത്രി നടന്നു പോകുമ്പോൾ കഴുത്തിന് വേദന ഉണ്ടായി എന്നാണ് ആദ്യം പറയുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. അത് ആദ്യം തന്നെ ഞാൻ കാണിച്ചത് അതാണ്. അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ കാണിച്ചുള്ള ആരോഗ്യമന്ത്രി പറയുന്നത് ഞാൻ കഴുത്തിന് നടന്നു പോകുമ്പോൾ കഴുത്തിന് വേദനയുണ്ടായി എന്നാണ് പറഞ്ഞത്. CMA എൻ്റെ കഴുത്തിന് വേദനയുണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ആക്രമിച്ചതായി പറയുന്നില്ല. എന്നാൽ അത് വീണ്ടും ഷംസീർ അത് ഏറ്റെടുക്കുന്നു. ഷംസീർ പറയുന്നു നേരെ ഹോസ്പിറ്റലിൽ വിടുന്നു. കാരണം പ്ലാന്റ് പരിപാടി ഹോസ്പിറ്റലിലെത്തി. പിന്നെ അവരാണ് പറയുന്നത് ഇവിടെ ഭയങ്കര പരിക്കേറ്റിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നാൽ KSUക്കാർ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയെ തൊടാൻ പോലും എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് അവരെ തടഞ്ഞു കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് പരിക്കേറ്റുക? അപ്പൊ അതിന്റെ ഫുൾ അവർ വന്നത് മുതൽ അവർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നവരെയുള്ള ദൃശ്യങ്ങൾ ക്രൈം പുറത്തുവിടുകയാണ്. എവിടെയെങ്കിലും പരിക്കേറ്റതായി കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ് അവർക്ക്. അതായത് ഈ പ്രവർത്തകർ ആരും തന്നെ വീണ ജോർജിനെ തൊട്ടിട്ട് പോലില്ല. ഒന്നും തള്ളുമുണ്ട്. അവർ പോലീസ് കവചം ഒരുക്കിയപ്പോൾ അവർക്ക് ചില പരിക്ക് പറ്റിയിട്ടുണ്ടാകാതിരിക്കാം. അല്ലാതെ ഈ പ്രവർത്തകർ KSU പ്രവർത്തകർ അവിടേക്ക് അടുത്തേക്ക് പോലും എത്താതെ പോലീസ് അപ്പോൾ തന്നെ അവരെ ഉന്തി മാറ്റി കൊണ്ടുപോകുന്ന രംഗങ്ങളും നമുക്ക് കാണാം. അതായത് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ജനവിരുദ്ധത, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ വലിയ തോതിലുള്ള ഗവൺമെന്റിനെതിരെയുള്ള ആഞ്ഞടിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, VD സതീശന്റെ യാത്ര അത് വൻ വിജയമായി കൊണ്ടിരിക്കുമ്പോൾ, LDFന്റെ യാത്ര പരാജയപ്പെട്ടപ്പോൾ, ഏകദേശം 61% ജനങ്ങൾ ഗവൺമെന്റിനെതിരെ ആയപ്പോൾ, എല്ലാ പരിപാടികളും പൊളിഞ്ഞു പാളീസായപ്പോൾ പുതിയതായി കണ്ടെത്തിയതാണ് വീണ ജോർജിനെ രക്തസാക്ഷിയാക്കാമെന്നത്. ഇപ്പോൾ തന്നെ 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃശ്യങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത്. സന്ദീപ്
നിങ്ങൾ ഉള്ളപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ അവന്മാരുണ്ടെന്ന്. അത് നിങ്ങളോട് പറഞ്ഞ ഷോ ആണല്ലോ അവർ നടത്തുന്നത്. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ദയവായിട്ടൊന്ന് പോകാൻ വേണ്ടി നടക്കാതിരിക്കാമോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനും അല്ല സജീവട്ടാ നിങ്ങൾ വരണ്ട അഡ്മിഷൻ ആയിക്കോ. അത് രണ്ട് വിഭാഗക്കാർ വന്നത്. അല്ല അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അല്ല ആൾക്കാർ അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എന്റെ കൂടെ മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പൊ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക. ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷെ കയ്യേറ്റം ചെയ്യാന്ന് ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരനെ ആക്രമിച്ചു പിന്നെ ആക്രമിക്കാൻ. ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി.